10 പൈസയുടെ വിവരമില്ലെങ്കിലും കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. ഈ പ്രായത്തിലെ പിള്ളേർക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ? ഇനി തട്ടിപ്പ് സംഘത്തിലെ പെണ്ണ് വല്ലതും ആണോ? ഇല്ല, ഒറിജിനൽ തന്നെ. പപ്പൻ സാർ. യെസ്, വരൂ. പിന്നെ റൂമൊക്കെ കണ്ടോ? റൂമൊക്കെ ഓക്കെ, പക്ഷെ ആ കുട്ടിയുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല, ആ ലച്ചുവിന്റെ കൂടെ. അതെന്ത്? അല്ല, ലച്ചു അല്ലേ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, പിന്നെ എന്തുകൊണ്ട് നിന്നൂടാ? ആ കുട്ടിക്ക് ഉറക്കത്തിൽ കഴുത്തിൽ പിടിക്കുന്ന സ്വഭാവമുണ്ട്. ഉറക്കത്തിൽ കഴുത്തി പിടിക്കുന്ന സ്വഭാവം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. എനിക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് റൂം മാറ്റിത്താ, അല്ലെങ്കിൽ എന്റെ കാശ് തിരിച്ചു ഞാൻ വേറെ വീട് നോക്കിക്കോളാം. അതെ കുട്ടി, തന്ന കാശ് തിരിച്ചു ചോദിക്കരുത്, അത് എണ്ണക്കേടാണ്. അതുപോലെ ഈ ഒരൊറ്റ കാരണം മതി എന്റെ ബിസിനസ് മൊത്തം തകിടം മറിയാൻ. എന്നാ പിന്നെ എനിക്ക് റൂം മാറ്റിത്താ. വേറെ റൂമെന്ന് പറയുന്നത് ശരിയാക്കാം. ഇത് പാർവതി അല്ല, ഇത് ഇവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്ന കൊച്ചാണ്. പേര് ജിജി. ജിയ. അതല്ല കാര്യം. ആക്ച്വലി ഞാൻ ഈ കൊച്ചിനെ ഇവിടെ നമ്മളെ ലച്ചുവിൻ്റെ അടുത്ത് താമസിക്കാനാണ് വിട്ടത്. അപ്പം എന്തുകൊണ്ടോ ഈ കൊച്ചിന് ലച്ചുവിൻ്റെ അടുത്ത് താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു, ഹലോ, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പാപ്പുവിൻ്റെ കൂടെ അവിടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യും. നടക്കില്ല, അതൊന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ കൂടെ ആ മാലുണ്ട്, ഒന്നും കൂടി വരുത്താൻ പറ്റില്ല. നടക്കൂല. അല്ല പാപ്പു, ഒന്ന് ഒരു ദിവസത്തേക്ക് നീ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യും. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. പിന്നെ അപ്പന്റെ പൈസ